അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ, ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും, കൂലിവേലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. പണി നഷ്ടപ്പെട്ടവരുണ്ട്, പണി നഷ്ടപ്പെടുത്തിയവരുണ്ട്. പലതരത്തിലുള്ള കുശുമ്പും വക്രതകളും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മാതാവേ,
അവരോട് കൂടെ പോവുകയും പണിപ്പാട്ടിൽ സംസാരിക്കുകയും ചെയ്യണമേ. അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും. അങ്ങനെ കടമ്പകൾ കടന്നു പോകാൻ അശക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, വഴികൾ, സംരംഭങ്ങൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ കണ്ടില്ലേ? എന്താ കണ്ടത്? ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് പാടാണെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ കാരണം എന്താ? ഈ ടെമ്പററി റിലേഷൻസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിനായിരിക്കത്തില്ല, അവരുടെ ഏതെങ്കിലും വിഷയത്തിനായിരിക്കും. അതുകൊണ്ട് ഈശോ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികതയ്ക്ക് മുമ്പ് ഈശോ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം അറിവ് എന്ന അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ്. കാര്യം അറിവാണ് നമ്മൾ ബോധ്യം നൽകുന്നത്, ബോധ്യമാണ് സാക്ഷ്യം നൽകുന്നത്. അതുകൊണ്ട് ഈശോ മർക്കോസ് 6:34 അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. അപ്പൊ നേരത്തെ ഇന്നലെ പറഞ്ഞത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞത്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ജനക്കൂട്ടത്തെ അവൻ അഡ്രസ് ചെയ്യാനുണ്ട്, അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ പഠനത്തിനാണ് പ്രാധാന്യം. ഇനി അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണം നോക്കിയേ. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഒരു വിജന പ്രദേശമാണ്, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. വചനം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ഒരു ബാധ്യതയാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ക്രമീകരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ബുദ്ധി എന്തായിരിക്കണം? ആദ്യം വചനം, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ദൈവത്തിനെ കൊണ്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം വചനങ്ങൾ കേട്ട് നമ്മുടെ വിഷയത്തെക്കാൾ നമ്മുടെ വിഷയം ദൈവത്തിനാണെന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകണം. ഭയങ്കര സീരിയസ് വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈശോ ഇന്നലെ കുറെ ആൾക്കാരെ മർക്കോസിന്റെ 1:38 എന്താ പറയണേ? അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കാം. അപ്പൊ ജനക്കൂട്ടം നിന്നെ കാത്തു നിൽക്കുന്നു പറയുമ്പോഴാണ് അവരെ അഡ്രസ് ചെയ്യാതെ ഈശോ അവരെ ക്യാൻസൽ ചെയ്യണം. എന്താണ്? അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കണം എന്നാ പറയണത്. പഠിപ്പിക്കുന്നതിനാണ് അവിടെ പ്രാധാന്യം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഈ ജനം ഇപ്പൊ ഈ മർക്കോസ് 1:34 ജനം പ്രസംഗം കേൾക്കാൻ വന്ന ആൾക്കാരല്ല, അവർ ശാപ്പാടടിക്കാൻ വന്ന ആൾക്കാരും രോഗശാന്തി നേടാൻ വന്ന ആൾക്കാരാണ്. ആ കർത്താവിന്റെ വചനം കേൾക്കാതെ ചുമ്മാ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം വന്നവരെ അഡ്രസ്സ് ചെയ്യാൻ ഈശോ തയ്യാറല്ല. അത് ഈശോയുടെ മനുഷ്യത്വത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല, മറിച്ച് എന്താണ്, അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരെ, കർത്താവിൻ്റെ വചനം കേൾക്കാൻ തയ്യാറുള്ളവരെ ആണ് ഈശോ ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്താണ് മർക്കോസ് 6:34 പറയണ, ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് അവനോട്
അനുകമ്പ തോന്നി. അപ്പോഴേ എന്താ അനുകമ്പ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഭൗതികമായ ആവശ്യങ്ങളുണ്ട്, പക്ഷെ ആ ജനങ്ങൾക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പം വചനം കേൾക്കാൻ താല്പര്യമുള്ളവർ ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. അപ്പം ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിച്ചാൽ ഭൗതിക വിഷയങ്ങൾക്കെല്ലാം ഒരു സമാധാനം ദൈവം ഉണ്ടാക്കിക്കൊള്ളും. അതിനാണ് ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടിയിൽ ആൾക്കാരെന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വചനങ്ങൾ. ഇപ്പം നിങ്ങൾ പള്ളിയിലെ ഏവങ്കലി എടുത്ത് മാറ്റിയിട്ട് അച്ഛനെ പ്രസംഗം കഴിഞ്ഞിട്ട് കുർബാനക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ? ചില പ്രസംഗ കഥകളൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചെറിയ കോമഡി പറയും. ഈ കോമഡിയും പ്രസംഗ കഥകളും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരെ പിടിച്ചിരുത്തേണ്ടത് ക്രിസ്തുവാണ് പിടിച്ചിരുത്തേണ്ടത്. ശരിക്കും പറഞ്ഞു നമ്മുടെ പൊളിച്ച തമാശകളല്ല പിടിച്ചിരുത്തേണ്ടത്. അങ്ങനെ പിടിച്ചിരുത്താൻ ജനങ്ങൾ അത് ജഡികരാണ്. നമുക്ക് ജഡികരെ ഇങ്ങനെ ഇക്കിളി കൊണ്ട് ചിരിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുത്തിട്ട് സഭയ്ക്ക് വില ഒന്നും കാണിക്കാനില്ല. സഭയ്ക്ക് സാക്ഷികളെയാണ് കാണിക്കേണ്ടത്. അത് 10 പേരെങ്കിൽ 10 പേര് സാക്ഷികളാകണവർ. അതിനെന്താണ്? ചിലപ്പോൾ 1000 പേരോട് നമ്മൾ സംസാരിക്കും, 10 പേരെ നമുക്ക് ക്രിസ്തുവിനെ അവരൊക്കെ കിട്ടത്തുള്ളൂ. ആ 10 പേരെ നമ്മൾ ഈ 1000 പേര് അഡ്രസ്സ് ചെയ്യണത്. പക്ഷെ അവർ വിശ്വാസത്തിൽ ചൈതന്യം പ്രാപിച്ചവരായിരിക്കും. അങ്ങനെ ഒരു എന്താ പ്രശ്നം വെച്ചാൽ ഇതിന് ഭയങ്കര പ്രസംഗത്തിന് നിങ്ങൾ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് പള്ളി കയറാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ, കാലാന്തരത്തിൽ അവർ ദ്രവിച്ച് പോണത് കാണാം. എന്താ കാര്യം? സംരക്ഷണം പോലും കിട്ടത്തില്ല. അവർക്കിതൊന്നും ആവശ്യമില്ല. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ വന്ന് നിൽക്കണേ ഉള്ളൂ. കുറച്ച് പേര് അല്ലെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സാന്തൊക്കെ വന്ന് ദൈവം കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് വരും. കുറച്ച് പേര് ഒരുപ്പൊക്കെ പോവുകയും ചെയ്യും. അതൊക്കെ നമ്മളെല്ലാവരും ഇടവേ കാണുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നും അല്ലത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തോട് ഭയം ഉണ്ടാകണം, അത് കേൾക്കാനുള്ള കൊതി ഉണ്ടാകണം, അത് നടപ്പിൽ വരുത്താനുള്ള തീഷ്ണത ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ ആളാണ് ദൈവത്തിന് തോന്നണം. എന്നാൽ പിന്നെ നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെതാകും. അതാണ് ഈ മർക്കോസ് 1:34 മർക്കോസ് 6:34 തമ്മിൽ ഉള്ള ബന്ധമെന്ന് പറഞ്ഞു. തമ്മിലൊന്ന് കൂട്ടി ഒന്ന് വായിച്ച് നോക്കിയേക്കണം കേട്ടോ. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ കൃപാസനത്തിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ ഇയാൾ തരുന്ന നന്ദി പറയാൻ സാധിച്ചതിന് ഞങ്ങൾ കുടുംബത്തോടെ നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻ്റണി, എൻ്റെ വൈഫ് ഐറിൻ, എൻ്റെ മകൾ മറിയം. മാതാവ് തന്ന സാക്ഷ്യം ഞങ്ങൾ ഓരോന്ന് പറയുന്നതാണ്. ആദ്യമായി എൻ്റെ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. 2018 മാതാവിൻ്റെ പ്രാർത്ഥനയാൽ അമ്മ പ്രാർത്ഥിച്ച ഫലമായി എനിക്ക് വിദേശത്ത് ജോലി കിട്ടി. ഇപ്പോൾ കറൻ്റ് ഞാൻ UK-യിലാണ്. ആദ്യം ദുബായിലേക്ക് പോയതും UK-യിലേക്ക് പോയതും ഉടമ്പടിയിലൂടെ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു. കൃപാസന മാതാവിൻ്റെ ബസുനിയുടെ സഹായത്താലാണ് ഞങ്ങൾക്ക് വിദേശത്ത് പോകാനും അവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് 2021 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ട് കുട്ടികളുണ്ടായില്ല. 2023 വൈഫ് കൺസീവായി 5 months വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സ്കാനിങ്ങും അനോമൽ സ്കാനും എല്ലാം നോർമലായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് 5 months ആയപ്പോൾ കുഞ്ഞിനെ അനക്കില്ലാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് മിസ്കാരേജ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. 2023 ജൂലൈയിൽ ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ പ്രാർത്ഥനയിലും ഉടമ്പടിയിലായി. ഉണ്ണീശോയുടെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 2024 ഫെബ്രുവരിയിൽ വൈഫ് പിന്നെയും കൺസീവായി. ഞങ്ങളിപ്പോൾ UK-യിലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് കാരണം എന്താണെന്ന് അറിയുന്നില്ലായിരുന്നു ലാസ്റ്റ് സ്റ്റിൽ ബർത്തിൻ്റെ. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ കൂടുതൽ കൺസേൺ ആയിട്ട് ആസ്പിരിൻ സ്റ്റാർട്ട് ചെയ്തു, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു പ്രിക്കോഷൻസ് ആയിട്ട്. അതോടൊപ്പം അവൾക്ക് 4 months ആയപ്പോൾ അവൾക്ക് GDM ഡയഗ്നോസ് ചെയ്ത്, ജസ്റ്റേഷൻ ഡയബറ്റീസ്. അപ്പോൾ അതിനുള്ള മെഡിക്കേഷൻസ് എടുക്കേണ്ടതായിരുന്നു. ഞങ്ങൾ ആ കാലഘട്ടത്തിലേക്കും ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഉടമ്പയിലായതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പും കുടുംബ പ്രാർത്ഥനയുടെ ഇടയിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഇടയിലും വൈഫിൻ്റെ വയറ്റിൽ ഞങ്ങൾ മാതാവിൻ്റെ തൈലവും എല്ലാ ഭക്ഷണത്തിലും മാതാവിൻ്റെ തരി ഉപ്പ് ഇട്ട് ഞങ്ങൾ സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവിൻ്റെ കൃപയാൽ 2024 ഒക്ടോബർ 6 ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ആ കുഞ്ഞിന് ഞങ്ങൾ മറിയമെന്നാണ് പേരിട്ടിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് അനുഗ്രഹം. ഇത്ര വലിയ അനുഗ്രഹം നന്ദി പറയുന്നു.
അതോടൊപ്പം തന്നെ രണ്ടാമത്തെ അനുഗ്രഹം, ഞങ്ങൾ ഈ ലാസ്റ്റ് വീക്ക് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് ഒരു December 27 ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വാവയ്ക്ക് ഫ്ലൂ വന്ന് പോസിറ്റീവായി. ഇവിടേക്ക് 1-ാം തീയതിയാണ് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടത്. 27 അവൾക്ക് ഫ്ലൂ പോസിറ്റീവായി ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. അവിടുത്തെ റൂൾ അനുസരിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ ചിൽഡ്രൻസിനൊക്കെ അവർ ഭയങ്കര ടേക്ക് കെയർ ചെയ്യണം. കാരണം അവൾക്ക് ഹൈ ഗ്രേഡ് ഫീവർ ആയിരുന്നു, 39.9 40 ഡിഗ്രി ഫീവർ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ, ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ്, ആകെ വിഷമത്തിലായി. അപ്പോൾ അവൾ 4 days അവിടെ അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ അന്നേ 4 ദിവസം അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടിയിലായിരിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലവും ഉപ്പിട്ട് ഞങ്ങൾ വാവയുടെ മേത്ത് എല്ലാം ദേഹത്തെല്ലാം പുരട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. സെക്കൻഡ് ഡേ ഇപ്പോൾ ഫീവർ കുറയുന്നുണ്ടായില്ല. അപ്പോൾ ഡോക്ടേഴ്സ് ബ്ലഡ് കൾച്ചറിന് വിട്ടപ്പോൾ അതിൽ 14 hours ഒരു ചെറിയ ഗ്രോത്ത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും ടെൻഷനായി. അപ്പോൾ ആൻറ്റിബയോട്ടിക് അവർ എയർലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ അവർ ആൻറ്റിബയോട്ടിക്സ് കണ്ടിന്യൂ ഒരു 5 അല്ലെങ്കിൽ 7 days എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി, മീൻസ് ഞങ്ങൾക്ക് വരണം, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് കരങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നേർച്ച വസ്തുക്കളായിട്ട് മാതാവിൻ്റെ തൈലവും ഉപ്പും വാവയ്ക്ക് ഇട്ട് കൊടുക്കണ ഭക്ഷണത്തിൽ ഉപ്പിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും കൊടുത്തായിരുന്നു 4 നേരം. അതോടൊപ്പം നെറ്റിയിൽ തൈലം പൂശുമായിരുന്നു. അതിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലേ ദിവസം ഡോക്ടർ വന്ന് പറഞ്ഞു കൾച്ചറിൽ അത് കണ്ടാമിനേറ്റഡ് ആയിരുന്നു, ഗ്രോത്ത് ഇല്ല. ആൻറ്റിബയോട്ടിക് അവർ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. ഡോക്ടർ ആദ്യം പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, റിസ്ക്കാണ്, കൊച്ചിനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നത്. സെയിം ഡോക്ടർ തന്നെ വന്ന് തലേ ദിവസം പറഞ്ഞു ബ്ലഡ് കൾച്ചർ നോർമലാണ്, ഗ്രോത്ത് ഇല്ല, ജസ്റ്റ് അതൊരു കണ്ടാമിനേഷൻ മാത്രമായിരുന്നു. അങ്ങനെ ഡോക്ടർ ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. തലേ ദിവസം ഒരു 8 o'clock 9 o'clock ഡിസ്ചാർജ് ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങൾ ട്രാവൽ ചെയ്ത് മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു. ഈ 2 സാക്ഷ്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഞങ്ങൾ സ്ഥിരമായിട്ട് കുടുംബ പ്രാർത്ഥനയിലും പ്രത്യക്ഷീകരണത്തിലും ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യത്തിലായാലും എന്ത് രോഗങ്ങൾ എന്തെങ്കിലും വന്നാലും ഞങ്ങളുടെ വിശ്വാസത്തിൽ വാവയായാലും നന്നായിട്ട് പ്രാർത്ഥന സമയത്തൊക്കെ നന്നായിട്ട് കൈയിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം മാതാവിൻ്റെ ഉടമ്പടി തൈലം എപ്പോഴും കുഞ്ഞിൻ്റെ നെറ്റിയിൽ എപ്പോഴും പുരട്ടി ഞങ്ങൾ യാത്ര പോകുമ്പോഴും ഉറങ്ങുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എപ്പോഴും ഞങ്ങൾ തൈലം പുരട്ടിയാണ് കിടന്നുറങ്ങുന്നത്. അതോടെ എന്തെങ്കിലും ഒരു രോഗങ്ങളോ കാര്യങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഉപ്പിട്ട് ആ കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ ഞങ്ങളുടെ ഭക്ഷണത്തിലായാലും ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രേക്ഷിത വൈഫ് പറയും. പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കൃപാസനത്തിൽ പത്രം ഞങ്ങൾ UK കൊണ്ടുപോകാറുണ്ട്. ഇംഗ്ലീഷും മലയാളവും പത്രങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അവിടെ പള്ളികളിലും ഞങ്ങൾക്കറിയുന്ന കമ്മ്യൂണിറ്റികളിൽ ഞങ്ങളത് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും ഞങ്ങളുടെ സാലറിയിൽ നിന്നൊരു 1/ദശാംശം ഞങ്ങൾ പള്ളിയിലേക്കും ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ ഞങ്ങളുടെ ഇടവകയിൽ, അവിടെ ചാരിറ്റി ഹോസ്പിറ്റലുണ്ട്, അവിടെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനകൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട് ഞങ്ങൾ. പിന്നെ ഒഴിവ് ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കൂടുതലായിട്ട് ആത്മീയമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രോഗികൾ കാണുമ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ UK സാഹചര്യം അനുസരിച്ച് പുറത്തു പോയി നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് ആക്ടിവിറ്റി ചെയ്യാം. വോളണ്ടിയർ സർവീസ് ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ ജോലിയുടെ സംബന്ധമായിട്ട് ഞങ്ങൾ കാണുന്ന പേഷ്യൻസിലെല്ലാം മാതാവിൻ്റെ സംരക്ഷണത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. പേഷ്യൻസിനൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ പേഷ്യൻസിന് മാതാവിനെക്കുറിച്ചും ഞങ്ങളുടെ കൃപാസന മാതാവിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം. ഞങ്ങളുടെ വചനത്തിൻ്റെ അടിസ്ഥാനം ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസം അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ആത്മീയപരമായി ഉടമ്പടി എടുത്തേ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അമ്മ ഉടമ്പടി എടുത്ത ആ ഒരു ആത്മീയതയിൽ ഞങ്ങൾ വളർന്നു വന്നേ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും വലിയൊരു ഉണർവാണ് കിട്ടിയിരിക്കുന്നത്. എന്ത് സാഹചര്യം വന്നാലും ഭയം കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കുവാനും എന്തൊരു സാഹചര്യത്തിലും മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് 2 ആഴ്ച കുമ്പസാരം എങ്ങാനും ലേറ്റായാൽ നമുക്ക് പെട്ടെന്ന് ടെൻഷനാവും. പെട്ടെന്ന് പോയി കുമ്പസാരിച്ച് ആത്മീയമായ പെട്ടെന്ന് ഉണർവ് കിട്ടാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്.
ഇതുവരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനിയായാലും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും ഞങ്ങളിപ്പോൾ ഉടമ്പടി പുതുക്കി ഇനി അടുത്ത വർഷം ഒരു വർഷത്തേക്കും അടുത്ത വർഷം വെക്കേഷൻ വരെ ഉടമ്പടി ജീവിതത്തിലും ധ്യാനത്തിലും എല്ലാ ആഴ്ചയിലും ധ്യാനത്തിൽ കൂടുവാനും ആത്മീയമായും കുമ്പസാരത്തിലൂടെയും ആത്മീയ ജീവിതത്തിലും കൃപാസനം മാതാവിൻ്റെയും പരിശുദ്ധയുടെയും അനുഗ്രഹത്താൽ ജീവിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുവരത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ കൃപാസമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി. 1 സാമുവേൽ 1. ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സാക്ഷ്യം പറയാനായിട്ട് ഇത്ര സമയമെടുത്തതിനും ഞാൻ അമ്മയോടും എൻ്റെ ഈശോയുടെ നാഥനോടും ഞാൻ മാപ്പപേക്ഷിച്ച് തുടങ്ങുന്നു. എൻ്റെ പേര് സെബി തോമസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വൈഫ് നൈസ് പോൾ, പെരിഞ്ചേരി ഇടവക തന്നെ. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ജോലിക്കും പിന്നെ എൻ്റെ വിവാഹ തടസ്സം മാറി വിവാഹം നടന്നതിന് വേണ്ടിയിട്ടാണ് ഈശോയോടും എൻ്റെ അമ്മ മാതാവിനോടും സാക്ഷ്യം പറയുന്നത്. 2004 വർഷത്തിൽ തന്നെ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ ജോലിയുടെ മാന്ദ്യം കാരണം അവിടുന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. അവർ താൽക്കാലികമായി വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് വിളിക്കാം, അറിയിപ്പ് നൽകിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ്, വേറെ ഉപാധികളൊന്നുമില്ല. പപ്പ മരിച്ച് ഒരു 2 ഇയർ ആയപ്പോഴാണ് ഞാൻ ജോലിക്ക് കുവൈറ്റിലേക്ക് പോയത്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ വായോ, ഞാൻ എന്തായാലും കൃപാസനത്തിലേക്ക് പോയിട്ട് അവിടെ ഉടമ്പടി എടുത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീ അത് പ്രകാരം അവിടെ പ്രാർത്ഥനകൾ അർപ്പിച്ചാൽ മതി. ആ സമയത്ത് എനിക്ക് ജോലിയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് ദിവസം അമ്മ പറഞ്ഞതനുസരിച്ച് ഒരു നല്ല കുട്ടിയെ പോലെ കേട്ട് പ്രാർത്ഥിച്ചു. പിന്നെ പതിയെ അത് ഞാൻ ഉഴപ്പാൻ തുടങ്ങി. അപ്പോൾ അവർ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ അമ്മയോടൊപ്പം കൃപാസനത്തിൽ വരികയും അപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്കും അമ്മയുടെ മുമ്പിൽ വന്ന് ഒരു സാക്ഷ്യം പറയണം. കാരണം 33 വയസ്സ് ആവുന്നേ ഉള്ളൂ, 30 കടന്നു. വിവാഹം അല്ല, എൻ്റെ കൂട്ടുകാരന്മാരും ബാക്കിയുള്ള ബന്ധുമിത്ര വിവാഹം നടക്കുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് അമ്മയും സഹോദരങ്ങളും ഭയങ്കരമായിട്ട് വിഷമിക്കുകയുണ്ടായിരുന്നു. ഞാനും അതുപോലെ തന്നെ. പിന്നെ ഒരു നല്ല ജോലിയില്ല, പപ്പ മരിച്ചതാണ്. അപ്പോൾ വീട്ടിൽ മൊത്തം ബാധ്യത എൻ്റെയിലാണ്. അപ്പം ഞാൻ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ ജോലിക്ക് പോയി അവരെ എന്തെങ്കിലും പഠിപ്പിക്കണം, അതെല്ലാം എൻ്റെ ചിന്തയിലുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും അമ്മയോടൊപ്പം വന്ന് കൃപാസനത്തിൽ വന്നു, ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയോടൊപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ല, ഞാൻ വീട്ടിലേക്ക് പോയി. അവിടെ വീട്ടിലെത്തിയിട്ട് അമ്മയോടൊപ്പം 5:30 കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ തൈലം പൂശുകയും ഉടമ്പടി ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും അങ്ങനെ പറ്റാവുന്നത് ഇൻ്റർവ്യൂകളിലേക്കും അറ്റൻഡ് ചെയ്തു. ഒന്നും ശരിയായില്ല. അപ്പോൾ ഞാൻ ഈശോയുടെ തിരുവചനത്തിന് മുമ്പിൽ, കുടുംബ പ്രാർത്ഥനയിലെ ഈശോയുടെ തിരുവചനത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് ജോലി ലഭിക്കാനായിട്ട് എനിക്കൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ കൃപാസന മാതാവിൻ്റെ അന്ന് അമ്മോട് ഞാൻ ചോദിച്ച, അമ്മേ ഒരു മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് വരുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, അത് മാതാവിൻ്റെ അഭിഷേകമായിരിക്കും, നീ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നോക്ക്, മാതാവ് നിന്നെ കൈവിടില്ല. അടുത്ത പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ട് അമ്മയോടൊപ്പം വന്ന് ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ നിയോഗം വെച്ചു, എനിക്കൊരു നല്ല ജോലി ലഭിക്കുകയും ജോലി ലഭിക്കാനായിട്ട് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ വിവാഹം, ജീവിത പങ്കാളി ലഭിക്കാനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് പ്രകാരം ഞാനിവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മാതാവിൻ്റെ പ്രദക്ഷിണയിൽ പങ്കെടുത്ത് തൈലം പൂശി മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് മടങ്ങി. അത് ആഗസ്റ്റ് 14 2024 ആഗസ്റ്റ് 14 ആയിരുന്നു.
ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം എനിക്കൊരു ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിളിച്ചു. ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഞാൻ പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത അപ്പുറം അവിടെ ഇൻ്റർവ്യൂ ചോദിക്കുന്ന ആൾ ചോദിച്ചു, നിൻ്റെ വേറെ നീ എഡ്യൂക്കേഷൻ ഏതാണ്, ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഡിഗ്രി, എൻ്റെ ഡിപ്ലോമ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആൾ ചോദിച്ചു, ഇത്രയും ദിവസം നീ ഡിഗ്രിയും ഡിപ്ലോമയും വെച്ചിട്ട് ഈ ടെക്നീഷ്യൻ ജോലിയിലാണോ നോക്കുന്നത്? വേറെ ഹയർ ലെവലിലേക്ക് നീ നിനക്ക് നോക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഉവ്വ്, പക്ഷേ ട്രൈ ചെയ്തു, കിട്ടുന്നുണ്ടായിരുന്നില്ല. അന്ന് അപ്പം എൻ്റെ മാതാവിൻ്റെ തിരുരൂപം എൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ മുറുകി പിടിച്ചിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. വിശ്വാസപ്രമാണം ഉള്ളിൽ ചെല്ലുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തു. ഞാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അമ്മയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ടായി. ആൾ എന്നെ വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞ് എന്നെ വീണ്ടും അകത്തേക്ക് വിളിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, നീ പ്രതീക്ഷിക്കാത്തതിൻ്റെ രീതിയിൽ നിനക്ക് ഞാനൊരു ഓപ്പർച്യൂണിറ്റി തരാണ്. ഒരു സൂപ്പർവൈസേഷൻ പൊസിഷനിൽ, മെക്കാനിക്കൽ സൂപ്പർവൈസേഷൻ പൊസിഷനിൽ നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരാണ്. നീ അതിൽ കഴിവ് തെളിയിക്കണം. അതുക്കപ്പുറം അതിനപ്പുറം തന്നെ നിനക്ക് അതിലൊരു ജോലിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോടൊന്ന് നോക്കി, മാതാവേ, ഇത്രയും ചെറിയ ജോലി പ്രതീക്ഷിച്ച് ഞാൻ ഞാൻ ഇത്രയും വലിയ ജോലി എനിക്ക് ലഭിച്ചതിന് എൻ്റെ മാതാവിനോട് 1000 നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ വിവാഹം ആലോചനയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വിവാഹം ആലോചന നടന്ന് ഇവളുടെ വീട്ടിൽ സംസാരിച്ചു, കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു 6 മാസം കഴിഞ്ഞ് ഞാൻ കല്യാണത്തിന് വരുമ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാം എന്ന്. അന്ന് എനിക്ക് സാധിച്ചില്ല. ഇന്ന് ഞാൻ ലീവിന് വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, മാതാവേ, ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യം പറയുകയും അതിനപ്പുറം തന്നെ ഞാനിപ്പോൾ വന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ സാക്ഷ്യം പറയുന്നു. എനിക്ക് ഈ ലഭിച്ച 1000 അവസരങ്ങളും 1000 അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനെ അർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു. പിന്നെ മാതാവിൻ്റെ തിരുസ്വരൂപവും വെഞ്ചരിച്ച ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് പ്രകാരം എനിക്ക് ജോലിയിലെ എല്ലാ വീഴ്ചകളിൽ നിന്നും ഏതൊക്കെ രീതിയിലേക്ക് ഞാൻ താഴ്ചയിൽ പോയിട്ടുണ്ടോ അതിൽ നിന്ന് എന്നെല്ലാം മാതാവ് ഉയർത്തിക്കൊണ്ട് നിന്നിട്ടുണ്ട്. അതിനെല്ലാം എൻ്റെ മാതാവിന് 1000 നന്ദി പറയുന്നു. ഈ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും സമർപ്പിച്ച് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആത്മീയ ജീവിതത്തിൽ ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ അധികം സജീവമല്ലായിരുന്നു. കാരണം ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ഇതിൽ കുറേ മാനസിക ഡിപ്രഷനിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂട്ടുകാരൊപ്പം ചിലവഴിക്കാമെന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡ് അന്നത്തെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉടമ്പടി എടുത്തത് പ്രകാരം വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനയിലും കുംഭസാരത്തിനും എനിക്ക് അനുഗ്രഹത്തോടെ ഞാൻ നിറവേറ്റുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇവിടുന്ന് ഉടമ്പടി കൃപാസനത്തിൽ നിന്ന് ലഭിച്ച കൃപാസന പത്രവും ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവരുടെ അമ്മമാരോടൊത്ത് സംസാരിച്ച് അവർക്ക് പത്രങ്ങൾ സമർപ്പിച്ച് അവരോടൊപ്പം പ്രാർത്ഥിച്ച് അവിടെ സമയം ചെലവഴിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് എന്നോട് പറ്റാവുന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് സാമ്പത്തികമായും നന്മകളുമായും ഞാൻ അർപ്പിച്ചു പോകുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്ക് നൽകിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി കൊണ്ട് ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ മുരിക്കാശ്ശേരി ഇടവകക്കാരിയാണ്. എൻ്റെ പേര് ലൈസമ്മ ജോണി എന്നാണ്. ഞാനിവിടെ കൃപാസനത്തിൽ വരാൻ ഇടയായത് എനിക്ക് നട്ടൽ വേദനയായിട്ട് ഞാനിങ്ങനെ കിടന്നു പോയ ഒരാളായിരുന്നു. പിന്നെ ഇവിടെ വരാൻ എനിക്ക് പേപ്പർ കിട്ടി. എൻ്റെ കൊച്ചിനാണ് പേപ്പർ കിട്ടിയത്. ഇവിടെ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. ആ ചേച്ചിയെ കൊച്ചിനോട് പറയും എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ മതി, മാതാവ് സൗഖ്യപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ചു ഇവിടെ വരികയും വരാൻ വേഗമൊന്നും കിട്ടിയില്ല. 4 മാസം കഴിഞ്ഞാണ് ഇവിടെ വരാൻ പറ്റിയത്. മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് നവംബർ 26-ാം തീയതി
ഞാനിവിടെ നവംബർ 23 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, ഇനി ഞാൻ മരുന്ന് കഴിക്കുകയില്ലാന്ന് പറഞ്ഞായിരുന്നു. മരുന്ന് കഴിക്കുമ്പം എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ തീർത്തും അവശതയായിപ്പോയി. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ ക്ലാസ് കേൾക്കുകയും 90 ദിവസം ഉടമ്പടി പുതുക്കണമെന്നൊക്കെ പറഞ്ഞു, അതെല്ലാം കേട്ടു. അത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നട്ടൽ വേദന വരികയും എവിടെയെങ്കിലും കിടക്കണമെന്ന് തോന്നുകയും ചെയ്തു. പക്ഷേ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് വേഗം കഴിയണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നായാലും വേഗം എൻ്റെ സമയം വേഗം മാതാവ് മാറ്റിത്തന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ പ്രതിഷ്ഠാനത്തിന് നിൽക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു മാതാവിനോട് പറഞ്ഞു, ഞാൻ മാതാവെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അമ്മയ്ക്ക് എന്നോടൊന്നും തോന്നരുത്, ഞാൻ അമ്മയുടെ സന്നിധി ഇച്ചിരി അല്പം കിടക്കുവാന്ന് പറഞ്ഞു. ഞാൻ കമന്ന് കിടന്നു. അത് കഴിഞ്ഞ് എത്ര നേരം കിടന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ എന്നിട്ട് കിടന്ന് കുറേ കഴിഞ്ഞപ്പം വൈകുന്നേരമായി. എനിക്ക് 600ാമത്തെ നമ്പറായിരുന്നു അന്ന് കിട്ടിയത്. അപ്പോൾ അത്രയും സമയം ഞാനവിടെ കിടന്ന് കൊച്ചനെ വിളിച്ച് അമ്മച്ചി നമ്മുടെ നമ്പർ വിളിക്കാറായി എന്ന് പറയുകയും ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഈ വലത് കാലിന് ചൂടനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ചൂടനുഭവപ്പെട്ടത് എൻ്റെ ശരീരം മൊത്തം തീക്കകത്ത് നിൽക്കുന്ന പോലുള്ള ചൂടനുഭവപ്പെട്ടു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ചൂട് കുറച്ച് തന്നു കഴിഞ്ഞിട്ട് എനിക്ക് നട്ടലിൻ്റെ വേദനയുള്ള സ്ഥലത്ത് നിന്ന് തൊട്ട് മുകളിൽ നിന്ന് ഞാൻ അന്നേരം ഓർത്ത് വിയർപ്പൊഴുകുന്നതെന്ന് ചിന്തിച്ചത്. പക്ഷേ വിയർപ്പല്ലായിരുന്നു, അമ്മ എന്നെ തൊട്ട് സുഖപ്പെടുത്തിയതായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ കയറി എൻ്റെ കൊച്ചിൻ്റെ പേര് വരെ വിളിച്ചു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാനും കൊച്ചിൻ്റെ കൂടെയുള്ള എന്നെയും കൂടെ വിളിക്കും അമ്മയെന്ന് പറഞ്ഞു. അന്നേരം എന്നെ ആ സിസ്റ്റർ 600 കയറി വരാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നു. അത് കഴിഞ്ഞ് മാതാവിനെ തൊട്ട് വന്ദിച്ചിട്ട് നമ്മൾ പ്രദക്ഷിണത്തിന് ഇറങ്ങി പോരാൻ തുടങ്ങുമ്പം ഞാൻ ഇങ്ങോട്ട് അതിനു മുമ്പ് എൻ്റെ അടുത്ത് മാതാവ് വന്നായിരുന്നു. ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ മാതാവ് എൻ്റെ മുമ്പിൽ വന്നു. കാരണം ഞാൻ മാതാവിനെ എനിക്ക് കാണുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞാണ് ഇറങ്ങുന്നത്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പം മാതാവിൻ്റെ രൂപം എടുക്കുന്നിടത്ത് എൻ്റെ അടുത്ത് വന്ന അമ്മ അതേ രീതി നിറത്തിൽ, എനിക്കറിയത്തില്ല അതെങ്ങനെ പറയണമെന്ന്. അത്രയും മുഴുത്തായിട്ട് അമ്മ നിൽക്കുകയാണ്. അപ്പം എനിക്ക് തൊട്ട് വണങ്ങാതെ ഇറങ്ങി പോരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് 3 പ്രാവശ്യം തൊടണം. പക്ഷേ സിസ്റ്റർ എന്നെ കണ്ടാൽ വഴക്ക് പറയുമോ, ആരും തൊടുന്നുണ്ടായിരുന്നില്ല മാതാവിൻ്റെ അടുത്ത് മാതാവിനെ തൊടുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തൊടാതെ ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ മാതാവിനെ തൊട്ടു. എൻ്റെ കറണ്ട് അടിക്കും പോലെയായിരുന്നു എൻ്റെ ശരീരത്തേക്ക് ഫീൽ ചെയ്തത്. 3 പ്രാവശ്യം മാതാവിനെ തൊട്ട് വണങ്ങി ഞാൻ അവിടുന്ന് ഇറങ്ങി. ആ പ്രദക്ഷിണം വന്ന് അവിടുന്ന് അങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് പോന്നിട്ട് എനിക്ക് വേദനയോ നട്ടൽ വേദനയോ അത്രയും നേരം എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പക്ഷേ മാതാവിനെ സുഖപ്പെടുത്തിയതാണെന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നില്ലായിരുന്നു കേട്ടോ, വേർപ്പൊഴിയതാണെന്ന് തോന്നിയത്. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് നട്ടൽ വേദനയോ മരുന്ന് കഴിക്കുന്നോ ഒന്നും ആവശ്യം വന്നില്ല. അത് കഴിഞ്ഞ് ആ സുഖപ്പെടുത്തൽ ഞാനിവിടെ മാതാവ് എനിക്ക് അനുഗ്രഹം നൽകി. പിന്നെ ഞാൻ പോയ വഴിക്ക് എനിക്കൊരു വലിയ അപകടം ഉണ്ടായി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പം ബൈക്കിലാണ് പോയത്. വേറൊരു ബൈക്ക് കൂട്ടിമുട്ടി ഞാൻ നട റോട്ടിലോട്ട് വീഴുകയും അപ്പുറം ഇപ്പുറേന്നും വണ്ടി വരികയും ചെയ്തു. ഞാൻ ഭയങ്കര ശക്തിയായിട്ട് തന്നെ വീണത്. പക്ഷേ എനിക്കെൻ്റെ കയ്യിലും കാലിലും ചെറിയൊരു പോറലുണ്ടായുള്ളൂ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് അന്നേരം എനിക്ക് തോന്നുമായിരുന്നു, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എന്താണെന്ന് അറിയാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ ഉടമ്പടി ചെയ്ത് തെറ്റാണെങ്കിൽ അമ്മ എനിക്ക് പറഞ്ഞു തരണം. ഇല്ല, ഞാൻ എൻ്റെ ഇടവകയിൽ മാതാവിൻ്റെ പള്ളിയാണ്, മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി ഉപേക്ഷിക്കാൻ തയ്യാറാണ്. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞു തരണം. കാരണം അത്ര വലിയ അപകടമാണ് എനിക്കുണ്ടായത്. പക്ഷേ എനിക്ക് അപകടം സംഭവിച്ചത് ശരിയാണ്. പക്ഷേ എൻ്റെ മേത്ത ഒരു ശകലം മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അമ്മയുടെ അടുത്ത് 4 മണിയായപ്പം കുർബാനയ്ക്ക് പോയി. ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കുർബാന സ്വീകരിച്ച് നാവിലിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയോടും മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തത് ശരിയാണോ? ശരിയാണെങ്കിൽ അമ്മയ്ക്ക് എനിക്കിപ്പോൾ ഉത്തരം തന്നെ, എനിക്ക് എന്തിനും അപകടം ഉണ്ടാക്കി. പക്ഷേ അപകടം അന്നേരം 3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പം അമ്മ എൻ്റെ മനസ്സിലേക്ക് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു അന്നേരം തന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്നും സംഭവിച്ചില്ല അമ്മേ, എൻ്റെ കയ്യേലും കാലിലും ഒരു തുള്ളി മുറിവേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു. അത് വലിയൊരു ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു അമ്മേ, അപ്പോൾ എനിക്ക് ബോധ്യമായി. അമ്മ എനിക്ക് പറഞ്ഞു തന്നു ഉടമ്പടി തന്നെ നിൽക്കാം. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ ഉടമ്പടിയിലാണ്. കാരുണ്യപ്രവർത്തികൾ ഞാൻ പത്രം ഇവിടുന്നെല്ലാം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു, കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൊണ്ടുപോയി കൊടുത്തപ്പം 3-4 എൻ്റെ കയ്യിൽ നിന്ന് പാത്രം തീർന്നു പോയി. അപ്പം 3-4 പേര് ഓടി വന്ന് പേപ്പറിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈശോ എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ തീർന്നു പോയി എന്ന് പറഞ്ഞു. പിന്നെ കിട്ടിയ അനുഗ്രഹങ്ങൾ കാരുണ്യപ്രവർത്തികൾ സ്നേഹമന്ദിരത്തിൽ പോയി പൈസ കൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാൻ പോയിട്ടുണ്ട്, കൊടുത്തിട്ട് ആശുപത്രിയിലാണ് പോയേക്കുന്നത്, അവിടെ കൊടുക്കുകയും പിന്നെ ഒരു 10-12 വീടുകളിൽ പറ്റാതെ കിടക്കുന്ന കാരണന്മാരെ പ്രായമായപ്പം ഉപേക്ഷിച്ചിട്ട് അവർ പോയേക്കുവാണ്. അവർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അത് ഇന്നും ഞാൻ തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ പരപണിയായിരുന്നതുകൊണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്കൊരു ഭവനമില്ലായിരുന്നു. 15 വർഷക്കാലമായിട്ട് ചോർന്നൊലിക്കുന്ന ഒരു വീടായിരുന്നു. ഇവിടുന്ന് മാതാവിൻ്റെ എണ്ണയും തൈലവും മാതാവിൻ്റെ രൂപമൊക്കെ കൊണ്ടുപോയി വെച്ചപ്പം എനിക്ക് വെക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊരു ഭവനം പണിത് തരണമെന്ന്. അമ്മ എനിക്ക് ഭവനം പണിത് നല്ലൊരു എല്ലാ പണിയും പൂർത്തിയാക്കി എനിക്ക് ഭവനം പണിത് പൂർത്തിയാക്കി തന്നു. എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഇത്രയെല്ലാം ചെയ്തു തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഇനിയും എനിക്കിവിടെ സാക്ഷിയായി വരണമെന്നാണ് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ആദ്യമേ അർപ്പിക്കുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ടയാൾ താരയിൽ വന്ന് നിൽക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. എൻ്റെ പേര് ടിൻഡു ജോൺ. ഞങ്ങൾ വരുന്നത് ആയു എന്നാണ്. ഇതെൻ്റെ അമ്മയാണ്. ഞാൻ 2023 ന്യൂസിലൻഡിലേക്ക് പോയത്. ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് പോയത്. അതിന് മുമ്പ് ഞാൻ നാട്ടിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 3.5 വർഷം. ഹയർ സ്റ്റഡീസിന് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു അവിടുത്തെ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എൻ്റെ ഹയർ സ്റ്റഡീസ് നടക്കുന്ന സമയത്താണ് അറിയുന്നത് നമ്മുടെ കരിക്കുലവും ന്യൂസിലൻഡിലെ കരിക്കുലവും തമ്മിൽ മാച്ച് ആവുന്നില്ല, അല്ല റിക്വയർമെൻറ്റ്സ് ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല. അതുകൊണ്ട് ഡയറക്റ്റ് പ്രോസസ്സ് വഴി ഒന്നും നമുക്ക് ടീച്ചർ രജിസ്ട്രേഷൻ സാധിക്കുകയില്ല എന്നുള്ളത്. ആ സമയങ്ങളിലൊക്കെ മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ആ സമയത്താണ് ഞാൻ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തിരുന്നിടത്ത് ഒരു ചേച്ചി എനിക്ക് കൃപാസനം മാതാവിൻ്റെ കാശിരൂപം എൻ്റെ കയ്യിലേക്ക് തരുന്നത്. അന്നു മുതൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മ മാതാവിന് നന്ദി പറയുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അഭയം പ്രാപിച്ചപ്പോഴൊക്കെ അതെനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ജൂൺ 2025 ഞാൻ ന്യൂസിലൻഡിൽ വെച്ചിട്ടാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു എനിക്ക് ന്യൂസിലൻഡിലെ ടീച്ചർ രജിസ്ട്രേഷൻ എന്നുള്ളത്. രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ പിന്നെയും നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് ശേഷവും പിന്നെയും നമ്മുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഒക്കെ പാസ്സാകണമായിരുന്നു. അങ്ങനെ ഞാൻ ലാംഗ്വേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അമ്മ മാതാവിൻ്റെ എനിക്ക് ആ ചേച്ചി തന്ന കാശിരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ലാംഗ്വേജിന് എൻ്റെ എക്സാം എഴുതാൻ പോയി. എനിക്ക് എത്ര മാർക്കാണോ വേണ്ടത് അതിൻ്റെ 1 മാർക്ക് കൂടെ കൂട്ടിത്തന്ന അമ്മ മാതാവ് എന്നെ ആ ലാംഗ്വേജ് എക്സാം പാസ്സായി. അതിനുശേഷം നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു എങ്ങനെയാണ് നമ്മൾ ന്യൂസിലൻഡിലെ ടീച്ചിങ് കൗൺസിലിലേക്ക് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോർമാറ്റ് ഒന്നും നമുക്കറിയില്ല. ഞാൻ ഒരുപാട് കാലം ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഈ ഓവർസീസ് ടീച്ചേഴ്സിന് എങ്ങനെ രജിസ്ട്രേഷൻ കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ ഒരിക്കൽ ഞാൻ അച്ഛൻ്റെ ധ്യാനപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു യൂട്യൂബ് വീഡിയോ എൻ്റെ കയ്യിലേക്ക് വന്നു. എങ്ങനെ അവിടുത്തെ ഒരു ടീച്ചർ തന്നെ ഈ ഓവർസീസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെ ടീച്ചർ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ നടത്തുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നു. പിന്നീട് എല്ലാം നടന്നത് വളരെ അത്ഭുതമായിരുന്നു. കാരണം നോർമലി അവിടെ ടീച്ചിങ് കൗൺസിലിങ്ങിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3.5 മാസം എടുക്കും. പക്ഷേ ഞാൻ ആ ഏജൻസി വഴി അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കും അത്ഭുതമായിരുന്നു. 1 ആഴ്ചയും കൊണ്ടാണ് എനിക്ക് എൻ്റെ ടീച്ചർ രജിസ്ട്രേഷൻ കിട്ടിയത്. അമ്മ മാതാവിൻ്റെ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു.
അതുപോലെ തന്നെ അത്ഭുതമെന്ന് തോന്നിയത് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ ഡോക്യുമെൻറ്റ്സ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ആ സമയത്ത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ ഏജൻസി, ആ ടീച്ചറിന് വരെ അത്ഭുതമായിരുന്നു. എങ്ങനെ ഒരിക്കലും ന്യൂസിലാൻഡ് ടീച്ചിങ് കൗൺസിൽ ഒരാളുടെ പേപ്പർ റിവ്യൂ ചെയ്താൽ എന്താണേലും ഒരു മാസമെങ്കിലും പിടി, പക്ഷേ ഒരാഴ്ച കൊണ്ട് എൻ്റെ ടീച്ചർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു അത്. അമ്മ മാതാവ് സമയച്ചുരുക്കത്ത്, അതും ഒരു വീക്ക് കൊണ്ടാണ്. ഞാൻ പറയുന്നവർക്കെല്ലാം അത്ഭുതമാണ് ഒരു ടീച്ചിങ് കൗൺസിൽ ഒരു വീക്ക് കൊണ്ട് പാസ്സാകുക എന്നുള്ളത്. അങ്ങനെ എനിക്ക് ടീച്ചർ രജിസ്ട്രേഷൻ കിട്ടി. അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് പിന്നീട് ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗം. ഡിസംബർ 7 മുമ്പ്, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസമായ ഡിസംബർ 7 മുമ്പ് എനിക്കൊരു ജോലി ലഭിക്കണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന രണ്ടാമത്തെ നിയോഗമായിരുന്നു അത്. അങ്ങനെ ഞാൻ അവിടെ റിലീവിങ് ടീച്ചറായിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകും. അപ്പോഴൊക്കെ എൻ്റെ പോക്കറ്റിൽ അമ്മ മാതാവിൻ്റെ കാശിരൂപമുണ്ടായിരുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങളെ വളരെ വ്യത്യസ്തമാണ് അവിടുത്തെ ക്ലാസ് റൂംസൊക്കെ. അപ്പോൾ ഇവിടെ മാനേജ് ചെയ്തിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള നമുക്ക് ഭയങ്കര മാനസികമായിട്ട് ചില സ്ട്രെസ്സ് വരും. പക്ഷേ അപ്പോഴൊക്കെ അമ്മ മാതാവിൻ്റെ കാശുരൂപം എന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കതെല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു. എനിക്ക് റിലീവിങ് അവേഴ്സ് എല്ലാം കിട്ടി. അങ്ങനെ ഡിസംബർ 7 മുമ്പ് ഒരു ജോലി കിട്ടണം എന്നുള്ള ഒരു നിയോഗം എന്നിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരിക്കൽ ഞാനൊരു മർത്തോമക്കാരിയാണ്. അന്നേരം ഞങ്ങളുടെ ആരാധനയിൽ എനിക്ക് പ്രസംഗിക്കാനൊരവസരം കിട്ടി അവിടെ ചെന്ന്. അന്ന് ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ മാതാവിനെ തന്നെ പറ്റി പറയുവാൻ എനിക്കവിടെ ആദ്യമായിട്ട് ആ ദേവാലയത്തിൽ പ്രസംഗിക്കാൻ സാധിച്ചു. അന്ന് ആ ദിവസമാണ് ഞാനൊരു 100 ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡിലുള്ളവർക്കറിയാം, അവിടുത്തെ ടീച്ചിങ് കോഴ്സ് പാസ്സായവർക്കാണ് പെട്ടെന്ന് ജോലി കിട്ടും. ഞാൻ ഇവിടുന്ന് ടീച്ചിങ് കോഴ്സ് കഴിഞ്ഞു പോയ ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ 100 ആപ്ലിക്കേഷനിൽ കൂടുതൽ അയച്ചു. എല്ലാം അൺഫോർച്ചുനേറ്റ്ലി യു ആർ അൺസക്സസ്ഫുൾ എന്ന റിപ്ലൈ മാത്രം വന്നുകൊണ്ടിരുന്നു. അങ്ങനെ മാതാവിന് വേണ്ടി ഞാൻ ആരാധനയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അന്ന് ഞാൻ വേദപുസ്തകം എടുത്ത് മാതാവിൻ്റെ പ്രാർത്ഥനകളൊക്കെ മാതാവിനെ പറ്റി ഞാൻ എഴുതി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ഒരുപാട് ആപ്ലിക്കേഷൻ അയക്കാനുണ്ട്. ഇന്ന് എന്തായാലും ഞാൻ ഒരു ആപ്ലിക്കേഷനും അയക്കുന്നില്ല. ഇന്ന് മാതാവിന് വേണ്ടി ഞാൻ മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടും ദേവാലയത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഞാൻ പ്രിപ്പറേഷന് വേണ്ടി എൻ്റെ ഡയറി എടുത്തു വെച്ചപ്പോൾ അവിടെ നിന്ന് ഒരു സെക്കൻഡറി സ്കൂളിൽ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ എന്നെ വിളിക്കുന്നു. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ആ ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് സാധാരണ നല്ല പോണൊക്കെ പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോവാറുള്ളത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവരെന്നോട് ഒരു ചോദ്യം ചോദിച്ചു, കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ടിൻറ്റുവിൻ്റെ വീക്ക്നെസ് എന്താണെന്നുള്ളത്. അന്നേരം ഞാൻ അവിടെ സ്റ്റക്കായിപ്പോൾ. എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് ഞാൻ അന്നേരമാണ് ചിന്തിക്കുന്നത്. അപ്പം ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു. എൻ്റെ വീക്ക്നെസ് ചില പ്രോബ്ലങ്ങൾ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വളരെ ടെൻഷൻ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ അത് കേട്ട് ഭയങ്കര ചിരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് അവരിങ്ങനെ ചിരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് എന്താ നമ്മളവിടുത്തെ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും സ്ട്രെങ്തായിട്ട് ഫീൽ ചെയ്യണം. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഡിസംബർ 2 ഒരു ചൊവ്വാഴ്ച ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ നമ്മുടെ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനത്തിന് 11 ഇവിടുത്തെ 11:30 സമയത്ത് ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് അവിടെ സ്കൂളിൽ നിന്ന് കോൾ വരുന്നു, ടിൻറ്റുവിനെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിസംബർ 7 മുമ്പ് ഡിസംബർ 2 എനിക്ക് ആ സ്കൂളിൽ സെലക്ഷൻ കിട്ടി. ഞാൻ ഈ വ്യാഴാഴ്ച ന്യൂസിലാൻഡിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ 28 ഞാൻ ജോയിൻ ചെയ്യും. ഒരിക്കലും ഡിസംബർ 7 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഞാനിട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 2 മുമ്പ് അമ്മ മാതാവ് എനിക്ക് ജോലി തന്ന് എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ മമ്മിയാണിത്. മമ്മി കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കല്യാണത്തിന് ശേഷം തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. അന്ന് മുതൽ തന്നെ മമ്മീനെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് ഇപ്പോൾ 2.5 വർഷം ആവുന്നതേ ഉള്ളൂ.
അങ്ങനെ ഞാൻ മമ്മിയുടെ വിസിറ്റിംഗ് വിസ ഇട്ടു. ആദ്യമൊക്കെ അവർ ജെനുവിൻ കാൻഡിഡേറ്റ്സ് അല്ല, കുറേ ഡോക്യുമെൻറ്റ്സ് അവർ ചോദിച്ചു. ഞാൻ ഇന്നലെ വരാനിരുന്നതാണ്, എന്നാൽ ഇന്നലെ പല സാഹചര്യങ്ങളും എനിക്ക് വരാൻ പറ്റിയില്ല. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക്, അതും എൻ്റെ 3ാമത്തെ നിയോഗമായിരുന്നു, മമ്മിയുടെ വിസ ഇന്നലെ സാങ്ഷനായി. അടുത്ത മാസം മമ്മി ഞങ്ങളുടെ കൂടെ വരികയാണ്. പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത്, ഡോക്യുമെൻറ്റേഷൻ സമയത്ത് എനിക്ക് അത്ഭുതമെന്ന് തോന്നിയത്, അവരെനിക്ക് അയച്ചു തന്ന എന്നോട് പറയുകയാണ്, നിങ്ങൾ ടീച്ചിങ് കൗൺസിൽ കൊടുക്കുമ്പോൾ ഒരു ഫോർമാറ്റിൽ വേണം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഒരിക്കലും അറിയില്ല. അവരെന്നോട് പറഞ്ഞത് മേരി പ്ലസ് ട്രാൻസ്ക്രിപ്റ്റ്, മേരി പ്ലസ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അന്നേരം എനിക്ക് മനസ്സിലായ അമ്മമാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അവിടെ അറിയാൻ സാധിച്ചു. ഇതിലൊക്കെ ഉപരിയായ ആത്മീകമായിട്ട് ഒരുപാട് വളരുവാൻ എനിക്ക് സാധിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ ദൈവത്തോടും അമ്മമാതാവിനോടും എനിക്ക് കൂടുതൽ അടുക്കാൻ സാധിച്ചു. എല്ലാ ദിവസവും ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കും. അതുപോലെ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും വഴി നടത്തിയ അമ്മമാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. സുവിശേഷ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനമൊക്കെ ഞങ്ങൾ എപ്പോഴും സമയം കണ്ടെത്തി ഞങ്ങളത് കണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമായിട്ടുള്ള ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തനമായിട്ട് മമ്മി നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ മന്ത്ലി ഞങ്ങൾ മമ്മിക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ അവരെയും സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ വന്നത് 15 ദിവസത്തെ ലീവിനാണ് വന്നത്. ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാനും അതുപോലെ തന്നെ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനിയും അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന് മുന്നോട്ട് പോകുവാൻ അമ്മമാതാവിനോട് പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ ഇത്രത്തോളം വഴി നടത്തി എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയാനും അമ്മയുടെ പ്രതിഷീകരണത്തിന് സാക്ഷിയാവാനും കഴിഞ്ഞ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീല. ഞാൻ കൊല്ലം ജില്ല നിലമേൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 നവംബർ 15-ാം തീയതിയാണ്. എൻ്റെ മരുമകൾ സജന, ഇത് എൻ്റെ മകളുടെ മകൾ നന്ദന, കൊച്ചുമകൻ അഥർവ്, എൻ്റെ മകൻ്റെ മകൾ ധൻഷിക. ഞാൻ എൻ്റെ കൊച്ചുമകളുടെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അവൾക്ക് മാസത്തിൽ 2 പ്രാവശ്യം പീരീഡ്സ് ആവുമായിരുന്നു. ഞാൻ തൈലമിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടി. പിറ്റേ മാസം മുതൽ അവൾക്ക് മാസത്തിലൊരിക്കൽ പീരീഡ്സ് ആവുകയുള്ളായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മാസവും ഓരോരുത്തരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുകയും പറയുകയും ചെയ്യും. അവരുടെ ഇവിടുത്തെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പറയുകയും അവർ ഇഷ്ടമുള്ളവരെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് ഇവിടെ നിന്ന് പത്രങ്ങൾ വാങ്ങി മെഡിക്കൽ കോളേജിലും പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് പൊതിച്ചോറ് കൊടുക്കും. ബസ് സ്കൂളിലും വൃദ്ധസദനങ്ങളിലും പൈസയും ഞങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അമ്മ മാതാവ് ഇത്രയും എനിക്ക് തന്ന അനുഭവത്തിന് മാതാവിനും യേശുവിനും 1000 നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ച മാതാവിനും ഈശോയ്ക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സജന. ഞാൻ ജൂലൈ 30, 2025 ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, എൻ്റെ മകന് ജനിച്ച് 1.5 മാസം ആയപ്പോൾ തൊട്ട് അസുഖങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് ശ്വാസം മുട്ടൽ സ്ഥിരം ഇങ്ങനെ വരും. മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ പോവേണ്ട അവസ്ഥയാണ്.
സ്ഥിരം ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. അങ്ങനെ അതുമൂലമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ഉടമ്പടിയിലാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ മോനെയും കൊണ്ട് ഇവിടെ ഒരു ദിവസം വന്നതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, ശ്വാസം മുട്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരരുതേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. നമ്മളിവിടെ നിന്ന് അങ്ങ് ചെന്നതിന് ശേഷം മോന് വീണ്ടും വയ്യാതായി. അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഹേലർ ഉപയോഗിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ്. ശരിക്കും അപ്പം നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു. ശരിക്കും നമ്മൾ മാതാവിൻ്റെ നാമത്തിൽ അതിനോട് നോ പറയേണ്ടതെന്ന് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇൻഹേലർ ഉപയോഗിച്ചു തുടങ്ങി. ഉപയോഗിച്ചതിന് ശേഷവും അവന് ശ്വാസം മുട്ടിങ്ങനെ വന്നു, വീണ്ടും അസുഖങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരു വയസ്സ് വരെ ഞാൻ ഇത് ഉപയോഗിക്കേണ്ടി വരാവും മാതാവേ, അതിനുശേഷം ഇത് ഞാൻ ഉപയോഗിക്കത്തില്ല. അവന് 6-ാം മാസം തൊട്ടാണ് അവന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഇൻഹേലർ. പ്രാർത്ഥിച്ച് പോയി. അതിനുശേഷം മോന് ഞാൻ ഇൻഹേലർ ഉപയോഗം ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത്, ഡോക്ടർ പറയുമ്പോൾ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം ഞാൻ ഇന്നും അവന് നെറ്റിയിലും മൂക്കിലും നെഞ്ചിലുമൊക്കെ വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് ഫർദർ ചെക്കപ്പിന് ഡോക്ടർ ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർ ബെറ്റർ ആണെന്ന് പറഞ്ഞു. ഇൻഹേലർ കുറച്ച് ഇൻഹേലർ ഇത് ഡോസ് കുറച്ചാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഡോക്ടർ അങ്ങനെ ഡോസ് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഇപ്പോൾ അവന് ആസ്മയുടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഈ അനുഗ്രഹം തന്നത് മാതാവാണ്. മാതാവിന് ഈശോയ്ക്ക് നന്ദി. ഇപ്പോൾ ഒരു വയസ്സാവുന്ന മുമ്പ് തന്നെ എനിക്ക് അവൻ്റെ ഇൻഹേലറിൻ്റെ ഉപയോഗം ഇൻഹേലർ നിർത്തി. പിന്നെ അതോടൊപ്പം തന്നെ മോന് അനീമിക്കുമായിരുന്നു. അവൻ അനീമിയയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് HB 10.5 9.5 അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ മെഡിസിൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം ഒരു പ്രാവശ്യം ഇതിനുള്ള മെഡിസിൻ കഴിച്ചായിരുന്നു. എന്നിട്ട് അവന് മാറ്റമൊന്നുമില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഇതിന് ശേഷം വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അനീമിക്കാണ്, മരുന്ന് കൊടുക്കണം, 3 മാസം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം മരുന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ കൊടുത്തില്ല. ഇതുപോലെ ഉടമ്പടി ഉപ്പ് അവന് കുടിക്കുന്ന വെള്ളത്തിൽ ഞാനിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഡെയിലി കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവന് 11.5 ആയിട്ട് മാതാവ് അത് ഉയർത്തി തന്നു. ഇപ്പോൾ അവന് ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ വലുതും ചെറുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഇവിടെ വരുമ്പോഴത്തേക്ക് പത്രം മേടിച്ച് കൊണ്ടുപോയി മെഡിക്കൽ കോളേജുകളിലും മെഡിക്കൽ കോളേജിലും ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് അവിടേക്ക് കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കൊടുക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒരു ആൾക്കാർ എന്ത് പറയും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരുപാട് പേര് കളിയാക്കാറുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഹിന്ദുക്കളായിട്ട് ഇങ്ങനെ ഇപ്പം നീ ഇതിലാണോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് കളിയാക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട് ഡെയിലി. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും. അത് നമ്മൾ മിസ് ചെയ്യാറില്ല, അത് ഷെയർ ചെയ്യാറുണ്ട്. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് വൃദ്ധസദനത്തിൽ പോവും. അവിടെ കൃപാസനത്തെ പറ്റി നമ്മൾ പറയും. പിന്നെ അവിടുത്തെ അമ്മമാർക്ക് ഒരു ദിവസത്തെ ഫുഡിൻ്റെ ക്യാഷ് കൊടുക്കും. പൊതിച്ചോറ് കൊണ്ടുപോയി ഹോസ്പിറ്റലിലും റോഡിലൊക്കെ ഉള്ള ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കാറുണ്ട്. കയ്യിലുള്ളത് ആരെങ്കിലുമൊക്കെ വന്ന് സഹായം ചോദിക്കുമ്പം കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. പിന്നെ ബൈബിള് വായിക്കാറുണ്ട്, ജപമാല ചൊല്ലും. നമ്മൾ ഇവിടെ കൃപാസനത്തിൽ വരുന്നതിന് മുന്നേ അമ്മയൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ നേരത്തെ തന്നെ പള്ളിയിൽ പോവുമായിരുന്നു, ഈശോയോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അപ്പം ഞാനും പോവായിരുന്നു. അപ്പോൾ അവിടുത്തെ ബ്രദർ പറയും ബൈബിള് വായിക്കണമെന്ന് പറയും. പക്ഷെ ഞാൻ വായിക്കാറില്ല. ഞാൻ എന്തിനാ വായിക്കുന്നേ എന്നൊക്കെ വിചാരിക്കും.
പക്ഷേ ഇപ്പം ബൈബിൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത് അന്ന് വായിക്കാഞ്ഞത് തെറ്റായിപ്പോയി. ബൈബിൾ വായിക്കുമ്പോഴാണ് ഈശോയോട് കൂടുതൽ അടുക്കാൻ പറ്റിയത്, കൂടുതൽ അറിയാൻ പറ്റിയത് ക്രൈസ്തവ ഇതിനെ പറ്റി. ആദ്യം കൃപാസനത്തെ പറ്റി ഞാൻ ഇതിനു മുന്നേ 6 വർഷം മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ നിന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ ഫേസ്ബുക്കിലൂടെ കണ്ടു. അന്ന് ഞാൻ അമ്മേനെയൊക്കെ വിളിച്ച് കാണിച്ചിട്ട് അന്ന് ഞാൻ കളിയാക്കിയായിരുന്നു ശരിക്കും അവളെ. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ സെയിം എനിക്കും അതുപോലെ അവൾ അന്ന് പറഞ്ഞ എന്താണോ സാക്ഷി അതുപോലെ ഒരു അനുഭവം എനിക്കും വന്നു എൻ്റെ വീട്ടിലത്തേക്ക്. അപ്പം ഞങ്ങൾ പറഞ്ഞാണ് എൻ്റെ വീട്ടുകാർ ഉടമ്പടിയിൽ എടുത്തത്. അന്ന് എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ കളിയാക്കിയോണ്ടാവാം ഇന്ന് ഇങ്ങനെ ഒരിത് വന്നത്. പിന്നെ ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനെ ഓർത്തൊക്കെ ദുഃഖമായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ മാറി വരുന്നു. കാരണം അത്രയും സങ്കടങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ കൃപാസനത്തിലെത്തിയത്, എത്തിച്ചേരാൻ സാധിച്ചല്ലോ. അത് ഓർത്ത് സങ്കടങ്ങൾ മറക്കാറുണ്ട്. ഈശോയ്ക്കും